സുകുമാരക്കുറുപ്പിനെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. നമ്മളെല്ലാവരും വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പേരും സംഭവവും കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ഏതെങ്കിലും സിനിമയിലെ ഏതെങ്കിലും ഡയലോഗിൽ നിന്ന് കേട്ടതാകാം, പിന്നീട് കൂടുതൽ വീട്ടുകാരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയതാകാം. എന്തുതന്നെയായാലും ഇൻഷുറൻസ് പണം തട്ടാൻ തന്നെപ്പോലിരിക്കുന്ന മറ്റൊരാളെ കാറിലിട്ട് കത്തിച്ച് അത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സുകുമാരക്കുറുപ്പ് എന്ന വ്യക്തി നമ്മുടെ എല്ലാ മനസ്സിൽ കൊടും ക്രിമിനലായ വില്ലനാണ്. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സുകുമാരക്കുറുപ്പിനെ നമ്മൾ അറിയുന്നത് ഒരു ക്രിമിനൽ എന്നതിനൊപ്പം പോലീസിന് ഇതുവരെ പിടികൂടാൻ കഴിയാത്തൊരു വ്യക്തി എന്ന വിശേഷണത്തോടും കൂടിയാണ്. ആ ഒരു വിശേഷണമാണ് സുകുമാരക്കുറുപ്പിന്റെ കഥയെ വ്യത്യസ്തമാക്കുന്നതും ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് പോലും ആ കഥയ്ക്കുണ്ടാക്കുന്നതും. സുകുമാരക്കുറുപ്പിന്റെ കഥ ഇതിനു മുമ്പും സിനിമയായിട്ടുണ്ട്. നടന്ന സംഭവങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി പറഞ്ഞ സിനിമയാണ് NH47. അതിൽ കുറുപ്പ് എന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുകയല്ല, മറിച്ച് സംഭവങ്ങൾ കഥയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. സുകുമാരക്കുറുപ്പ് സംഭവത്തെ ലൂസ്ലി ബേസ് ചെയ്തിറങ്ങിയ സിനിമയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും. ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്ന പുതിയ സിനിമ കുറുപ്പ് എന്ന വ്യക്തിയിലേക്ക് ആഴത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് ട്രെയിലറും പേരുമൊക്കെ സൂചിപ്പിക്കുന്നത്. കുറുപ്പിന്റെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രധാന ചർച്ചയാണ് കുറുപ്പ് എന്ന വ്യക്തിയെ സിനിമ വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുമോ, അത് നമ്മുടെ യൂത്തിനെ സ്വാധീനിക്കുമോ എന്നതൊക്കെ. വില്ലന്മാർ നായകരാകുന്ന സിനിമ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. വില്ലന്മാരെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ കാണാൻ പൊതുവേ നമുക്കിഷ്ടമാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു, അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അവരുടെ മൊറാലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്, ഇതൊക്കെ അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു ഫിക്ഷണൽ കഥയിൽ വില്ലത്തരത്തിന്റെ ഇത്തിരി ഗ്ലോറിഫിക്കേഷനൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. എന്നാൽ അതൊരു റിയൽ സംഭവത്തെ ആസ്പദമാക്കി വരുമ്പോഴാണ് ഇത്തരം ആശങ്കകളൊക്കെ ആളുകൾ പ്രകടിപ്പിക്കാറുള്ളത്. സിനിമകളിൽ പലതരത്തിൽ വില്ലന്മാരെ പ്രസന്റ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതലായി കാണാറുള്ളത് നായകൻ വേഴ്സസ് വില്ലൻ എന്നതാണ്. ഈ കാറ്റഗറിയിൽ വില്ലന്മാരെ അത്രയങ്ങ് എക്സ്പ്ലോർ ചെയ്ത് കാണാറില്ല. മറ്റൊന്ന്, വില്ലൻ കഥാപാത്രം നായകൻ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമാകുന്നതാണ്. അതിൽ തന്നെ ഈ വില്ലൻ കഥാപാത്രങ്ങളെ പല രീതിയിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. വില്ലത്തരങ്ങളെ വില്ലത്തരമായി തന്നെ പ്രസന്റ് ചെയ്യുമ്പോഴും അതിനെ മാസാക്കി കാണിക്കുന്ന സിനിമകളുണ്ട്. ഉദാഹരണത്തിന് മങ്കാത്ത, തനിയൊരുവൻ പോലുള്ളവ. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മോറലി റോങ് ആണെന്ന് നമുക്കറിയുമ്പോഴും അവരുടെ ചില ക്വാളിറ്റീസ്, ഉദാഹരണത്തിന് മങ്കാത്തയിലെ നായകന്റെ ചാമും ഷ്രൂഡ്നെസ്സും, തനിയൊരുവനിലെ നായകന്റെ ബുദ്ധി, അവരെ വിഷ്വലി പ്രസന്റ് ചെയ്യുന്ന രീതി, അവരുടെ മാനറിസം, ഇതൊക്കെ അവരിലേക്ക് നമ്മെ അടുപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാറ്റഗറി. ഇവിടെ ക്യാമറ കൊണ്ട് വില്ലനെ വിഷ്വലി എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ലാർജർ ദാൻ ലൈഫ് ആക്കുന്നുണ്ടെങ്കിലും വില്ലൻ ഒരു ഹീറോയിക് ഓറ ഉണ്ടാകില്ല. അതായത് ആദ്യത്തെ കാറ്റഗറിയിൽ വില്ലൻ കഥാപാത്രങ്ങൾ മോറലി റോങ് ആണെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിലെ ഏതോ ഒരു ഭാഗം കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് സിനിമാ കഥാപാത്രങ്ങളെ പ്രസന്റ് ചെയ്യുക. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ അങ്ങനെയല്ല. രണ്ടാമത്തെ കാറ്റഗറിയിൽ വില്ലൻ കഥാപാത്രങ്ങളെ വിഷ്വലി എൻഹാൻസ് ചെയ്താണ് പ്രസന്റ് ചെയ്യുകയെങ്കിലും അവരുടെ പ്രവൃത്തികളോട് സാധാരണഗതിയിൽ താതാത്മ്യം പ്രാപിക്കാനൊന്നും നമുക്ക് തോന്നില്ല. പാലേരി മാണിക്യത്തിലെ മുരിക്കംകുന്നത്ത് അഹമ്മദ് ഹാജി, നോ കൺട്രി ഫോർ ഓൾഡ് മാനിലെ ആന്റൺ ചിക്കൂർ, അഞ്ചാം പാതിരിയിലെ ഇന്ദ്രൻസിന്റെ കഥാപാത്രം, ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. മറ്റൊരു കാറ്റഗറി ക്യാമറ കൊണ്ടും എഴുത്തുകൊണ്ടും വില്ലന്മാരെ ന്യൂട്രലി പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. അവിടെ വില്ലന്റെ വില്ലത്തരങ്ങളെ സൈക്കോളജിക്കലി അനലൈസ് ചെയ്യുന്ന തരത്തിലായിരിക്കും പലപ്പോഴും സിനിമ. അത്തരം സിനിമകളിൽ നായകൻ വില്ലൻ തന്നെയായിരിക്കും. വിധേയൻ ആ കാറ്റഗറിയാണ്. ജോജിയിലും ഏതാണ്ട് ഇതുപോലെയാണ്. കുറുപ്പിലേക്ക് വരുമ്പോൾ കുറുപ്പിന്റെ കഥ ഒരു റിയൽ സംഭവമല്ലായിരുന്നെങ്കിൽ ഇതിൽ ഏത് കാറ്റഗറിയിൽ വന്നാലും അതൊരു സിനിമയായി കാണാവുന്നതേയുള്ളൂ. സിനിമയ്ക്ക് അതിനനുസരിച്ച് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ. ഉദാഹരണത്തിന് ലേറ്റസ്റ്റ് ജോക്കർ സിനിമയിൽ ജോക്കറിന്റെ മോശം വശങ്ങൾ കാണിക്കുമ്പോഴും നമുക്കൊരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്ത വില്ലത്തരങ്ങളെ, അതായത് നിഷ്കളങ്കരായ ആളുകളെ കൊല്ലുന്നതൊക്കെ ഡയറക്റ്റായി കാണിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ആ സിനിമയിലുണ്ട്. ജോക്കർ എങ്ങനെ അങ്ങനെ ആയി എന്ന് ചിന്തിക്കാനാണ് ആ സിനിമ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഫിക്ഷണൽ വില്ലനെയും സംവിധായകന്റെ കാഴ്ചപ്പാടനുസരിച്ച് പ്രേക്ഷകർ എങ്ങനെ കാണണമെന്ന് സംവിധായകന് തീരുമാനിക്കാം. എന്നാൽ കുറുപ്പിന്റെ കഥ ഒരു റിയൽ സംഭവവുമായി ബന്ധപ്പെട്ടതായതിനാൽ മങ്കാത്ത, തനിയൊരുവൻ കാറ്റഗറിയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. ഒരു ഫിക്ഷണൽ വേൾഡിൽ ഏത് തരത്തിലുള്ള വില്ലനെയും ആവശ്യത്തിനനുസരിച്ച് ട്വിസ്റ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് നൽകുന്നത് എളുപ്പമാണ്. എന്നാൽ അതൊരു റിയൽ സംഭവത്തെ ബേസ് ചെയ്തതാകുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടതുണ്ട്. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ബാധിക്കപ്പെട്ടവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവരെ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യാതെ, എന്നാൽ ആ വില്ലനെ, അയാളിലെ ഷെയ്ഡുകളെ സൈക്കോളജിക്കലി നന്നായി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരു മികച്ച സിനിമയെടുക്കാൻ, പ്രേക്ഷകരുടെ ക്യൂരിയോസിറ്റിയെ തൃപ്തിപ്പെടുത്താൻ, അഭിനേതാവിലെ മികച്ച പ്രകടനം പുറത്തെടുപ്പിക്കാനൊക്കെ കുറുപ്പ് എന്ന സിനിമയ്ക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കൊലപാതകി എന്നതിലുപരി കുറുപ്പ് എന്ന വ്യക്തിയുടെ മറ്റു കാര്യങ്ങൾ, അതായത് അയാളുടെ പേഴ്സണാലിറ്റി, അയാൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന രീതി, അയാളുടെ മൊറാലിറ്റി, അയാളുടെ ചിന്തകൾ, ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് അറിയാനുള്ള കൗതുകം നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ അതെല്ലാം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ ഇപ്പോൾ പരിമിതികളുണ്ട് എന്നതുകൊണ്ട് തന്നെ സംവിധായകന്റെ ഇമാജിനേഷൻ ഉപയോഗിക്കാനുള്ള സ്കോപ്പുണ്ട്. കുറുപ്പിന്റെ ജീവിതത്തിലെ ആ മെയിൻ ഇൻസിഡന്റ് നമ്മളിൽ ഒരുവിധം എല്ലാവർക്കും അറിയാമെങ്കിലും സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് അയാളുടെ ജീവിതത്തിലെ മറ്റ് ആസ്പെക്ട്സ്
സംവിധായകൻ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമെന്നത് അറിയാൻ വേണ്ടിയാണ്. ആ ഒരു ക്യൂരിയോസിറ്റിയെ തൃപ്തിപ്പെടുത്താനും സിനിമയ്ക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കുറിപ്പിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം അതൊക്കെ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. പെട്ടെന്ന് പൈസക്കാരനാകണം, പവർ വേണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ അതിനുവേണ്ടി അയാൾ തെരഞ്ഞെടുത്ത മാർഗം ഒരു സാധാരണ മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ മൊറാലിറ്റി വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ അയാൾക്ക് അതിന് എങ്ങനെ കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നിപ്പോകും. അവിടെയാണ് ഒരു സാധാരണ മനുഷ്യൻ ഒരു ക്രിമിനലിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. എങ്ങനെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നതറിയാനും നമുക്ക് ആഗ്രഹമുണ്ട്. അതറിയാൻ കൂടി വേണ്ടിയാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്.